അല്ലാഹുവാണ് ഒരു മനുഷ്യന്റെ സംരക്ഷകൻ എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തിനാണ് മാനസിക പ്രയാസം വരിക? എന്തിനായാണ് ജീവിതത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കേണ്ടി വരിക? എപ്പോഴാണ് അയാൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കേണ്ടി വരിക? എൻ്റെ എല്ലാം സംരക്ഷിക്കുന്ന പടച്ച റബ്ബിന് കഴിയാത്തതായി ലോകത്തൊന്നുമില്ല എന്ന് ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും പുഞ്ചിരിച്ചുകൊണ്ട് അതിജീവിക്കുവാൻ സാധിക്കും എന്നതാണ് മലപ്പുറം ജില്ലയെ മറ്റിതര ജില്ലയിൽ നിന്ന് ആത്മഹത്യയിൽ വളരെ പിറകിലാക്കുന്ന ഒരു ഘടകമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായും നാം എത്തിച്ചു വരേണ്ട പ്രധാനപ്പെട്ട വിശ്വാസം എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. ഞാനിതിപ്പോൾ പറയുന്നതല്ല, ഇന്നലെ ഉംറ ക്ലാസ് എടുക്കുമ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ലോകം മുഴുവനും എനിക്ക് എതിരായി നിന്നാലും എന്നെ നശിപ്പിക്കുവാൻ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ സാധ്യമല്ല. ലോകം മുഴുവനും എനിക്ക് അനുകൂലമായി നിന്നാലും എൻ്റെ റബ്ബിൻ്റെ തീരുമാനമല്ലാതെ ലോകത്ത് നടപ്പിലാക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ ഒരു അടിയുറച്ച വിശ്വാസം ഉള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും പരാജയമില്ല, സങ്കടമില്ല, പ്രയാസമില്ല, പിറകോട്ട് പോകുന്ന പ്രശ്നം അവരുടെ മുന്നിൽ വരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒറ്റ സംഭവം പറയട്ടെ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ളത് മാത്രം. അല്ലാഹുവിൻ്റെ ഹബീബ് ഒരു യുദ്ധം കഴിഞ്ഞു വരുന്നു. വഴിയോരത്ത് ഒരൽപ്പം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ സ്വഹാബികൾ നാലു ഭാഗത്തും തണൽ മരങ്ങൾ തേടിപ്പോയി. അവർ വിശ്രമിക്കാൻ തുടങ്ങി, ഉറങ്ങിപ്പോയി. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ വാൾ ഒരു മരത്തിൽ മെല്ലെ തൂക്കി വെച്ച് ഒരു ചെറിയ മുൾമരത്തിനു താഴെ കിടക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോ പരിസരത്തൊന്നും തന്നെ സഹായിക്കാവുന്ന ഒരാളുമില്ലെന്ന് ബോധ്യപ്പെട്ട ഒരു ശത്രു ദൂരേന്ന് ആ രംഗം വീക്ഷിച്ച് പാത്തും പതുങ്ങിയും സ്വഹാബികൾ അറിയാതെ ഹബീബായ തങ്ങൾ ചാരത്തെത്തി. ആ നബി തങ്ങളെ ചാരത്തെത്തിയിട്ട് അദ്ദേഹം നബി തങ്ങൾ തൂക്കി വച്ചിരിക്കുന്ന ആ വാളെടുത്തു. എന്നിട്ട് പുന്നാര നബി തങ്ങളുടെ കഴുത്തിനു നേരെ ചൂണ്ടി പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചരിത്രം ഞാൻ അയാൾ പറഞ്ഞ ഭാഷ പറയുമ്പോൾ നിങ്ങൾ സ്വലാത്തല്ലാതിരിക്കരുത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മുഖത്ത് നോക്കി, നിന്നെ ഞാൻ വെട്ടിക്കൊല്ലാൻ പോകുന്നു, ആരുണ്ട് എന്നിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ? ഭൗതികമായി നോക്കുമ്പോ ഒരാളും ഹബീബിനെ രക്ഷപ്പെടുത്താനില്ല. തന്റെ തൊട്ടുചാരത്ത് ഊരിപ്പിടിച്ച വാളുമായി, കഴുത്തിലേക്ക് ചേർത്ത് വെച്ച വാളുമായി ഒരു ശത്രു നിൽക്കുകയാണ്. ആരും തന്നെ സഹായിക്കാനില്ല. എനിക്കെന്റെ കൈ കൊണ്ട് തടുക്കാവുന്ന ദൂരത്തിലല്ല നിൽക്കുന്നത്. ഏത് സമയത്തും തന്റെ തല തെറിച്ചു പോകാമെന്ന് ബോധ്യമുള്ള ഒരവസ്ഥ നിലനിൽക്കുകയാണ്. ആരുണ്ട് നിന്നെ രക്ഷിക്കാനെന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അല്ലാഹുവിനല്ലാതെ ഒരു മനുഷ്യനെ, ഒരു ജീവിയെ ഒന്നും ചെയ്യാൻ അല്ലാഹുവിന്റെ ഖളാ അനുസരിച്ചല്ലാതെ സാധിക്കുകയില്ല. ഒരിക്കലും എന്നെ നശിപ്പിക്കാൻ എത്ര വലിയ വൻശക്തികൾ വന്നാലും ഒരിക്കലും സാധിക്കുകയില്ല എന്ന ബോധ്യത്തോടുകൂടി പുന്നാര നബി തങ്ങൾ ഉറച്ച ഭാഷയിൽ പറഞ്ഞു, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്താൻ ഭൗതികമായി നിങ്ങളൊരു മാർഗവും കാണുന്നില്ലെങ്കിലും
എന്റെ റബ്ബിന്റെ തീരുമാനമാണ് ലോകത്ത് നടപ്പിലാകാൻ പോകുന്നത്. എന്റെ റബ്ബിന് കഴിയും എന്നെ രക്ഷപ്പെടുത്താൻ. ആ ഒരൊറ്റ പറച്ചിലങ്ങ് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഖളാ അനുസരിച്ച് ആ യഹൂദിയുടെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വാള് വീണപ്പോ പുന്നാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാളിങ്ങ് പിരിച്ചു പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ എന്റെ കയ്യിലാണ് പടവാളുള്ളത്, നീ നിരായുധനാണ്, നിന്നെ സഹായിക്കാവുന്ന ഒരാൾ നീ ഒച്ച വെച്ചാൽ പോലും ഇവിടെ വരാനില്ല. നിന്നെ ഞാൻ ഈ വാളിനിരയാക്കാൻ തീരുമാനിച്ചാൽ ആരുണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ? ഈ ചോദ്യത്തിന്റെ മുന്നിൽ ആ മനുഷ്യന് മറുപടി ഉണ്ടായിരുന്നില്ല. ആ പാവം മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായി താൻ ലോകത്തിന്റെ മുന്നിൽ സമർത്ഥിക്കുന്ന ആശയത്തിന്റെ പരാജയത്തെ കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ തന്റെ മാനവികമായ അടിമത്തത്തെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ ഈ കാണുന്ന ഭൗതികതയുടെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഈ പ്രപഞ്ചത്തിന്റെ സർവശക്തനായ സൃഷ്ടാവിന്റെ അടിമയാവുകയില്ലേ എന്ന് ആലോചിച്ചു. പക്ഷേ അയാൾക്കപ്പോൾ അങ്ങനെയൊന്നും മറുപടി നൽകാൻ സമയമുണ്ടായിരുന്നില്ല. തന്റെ ജീവനാണ് തന്റെ ശത്രുവിന്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്നതെന്ന് ബോധ്യമുള്ള അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, ലോകത്തൊരാൾക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരുണ്യവാനായ നിന്നെയല്ലാതെ മറ്റൊരാളെയും ഞാനതിന് കാണുന്നില്ല. നീ എന്നോട് കൃപ കാണിക്കില്ലേ എന്ന് ചോദിക്കുന്ന ആ മനുഷ്യനോട് കാരുണ്യത്തിന്റെ ദൂതരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ തിരിച്ചു പോയിക്കോ എന്ന്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ തിരിച്ചു പോകുന്ന രംഗമൊന്ന് മനസ്സിലാലോചിച്ചു നോക്കൂ. സ്വന്തം ഭാര്യയോട് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നീ എന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട്? സ്വന്തം ഭർത്താവിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് 100% തെറ്റ് ബോധ്യപ്പെട്ട സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ വികാരത്തെ വിടപ്പെടുത്തി കൂടാ എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരെത്രയുണ്ട്? തന്റെ മകനോട്, തന്റെ മരുമകനോട്, തന്റെ അയൽവാസിയോട്, തന്റെ ഗുരുനാഥരോട്, തന്റെ ശിഷ്യന്മാരോടൊക്കെ വിട്ടുവീഴ്ച കൂടുതൽ ആവശ്യമുള്ള ഇക്കാലഘട്ടത്തിൽ ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരോടും വിട്ടുവീഴ്ചയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഈ ഉമ്മത്തില് എത്ര പേർക്ക് യഥാർത്ഥത്തിൽ ഈ സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ സാധിക്കുന്നുണ്ട് എന്ന് ഈ മഹത്തായ സദസ്സിന്റെ ആമുഖത്തിൽ നിന്നുകൊണ്ട് ആദ്യം എന്നോടും എൻ്റെ കൂട്ടുകാരോടും ഞാൻ ചോദിക്കുകയാണ്. ലോകം നമ്മെ പ്രതീക്ഷിക്കുന്നുണ്ട്, ലോകം നമ്മെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് ആവശ്യമുള്ളത് സമാധാനമാണ്. ഈ സമാധാനത്തിന്റെ മതത്തെ ലോകം വല്ലാതെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ഇന്നലകളിൽ നമ്മെ എതിർത്തവർ, വിമർശിച്ചവർ, ആക്ഷേപിച്ചവർ ഇന്ന് നമ്മോടൊപ്പം നിൽക്കാൻ ആവേശം കാണിക്കുമ്പോൾ അവരെ കൂടുതൽ വികാരപ്പെടുത്താതെ, അവരെ വികാരത്തെ വിണപ്പെടുത്താതെ അവരെ കൂടി ചേർത്തു പിടിക്കുവാനുള്ള വിശാല മനസ്സാണ് ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ പറയുന്നു. നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് ഇത്രമാത്രം സമാധാനം നൽകാൻ കഴിഞ്ഞ മറ്റൊരു മതമുണ്ടായിരിക്കുമോ? ഇല്ലെന്നാണ് ചരിത്രം പറയുന്നത്. 100 അനുഭവങ്ങൾ നമുക്ക് പറയാറുണ്ട്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിനല്ലാതെ എന്നെ സഹായിക്കാൻ കഴിയില്ല, അല്ലാഹുവിനല്ലാതെ എന്നെ ശിക്ഷിക്കുവാൻ സാധിക്കുകയില്ല. എന്നെ നശിപ്പിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഈ വിശ്വാസമാണ് ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന് വേണ്ടത്. എന്നാൽ നാം നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഗുരുനാഥരോട്, നാട്ടിലെ കാരണവന്മാരോട്, ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളോടൊക്കെ സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. ആ സഹായം അഭ്യർത്ഥിക്കുന്നത് അല്ലാഹു മാത്രമാണ് സംരക്ഷകൻ എന്ന നമ്മുടെ വിശ്വാസത്തിനെതിരാകുമോ? ഇല്ല എന്ന് മാത്രമല്ല, 100% അല്ലാഹു മാത്രമാണ് സംരക്ഷകൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്ത ആരോട് എന്ത്, എങ്ങനെ, എപ്പോൾ സഹായം തേടിയാലും ആ സഹായാർത്ഥന
ആലോചന മുഴുവനും അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് അർത്ഥം നൽകുന്നതിനാൽ, വിശ്വാസമുള്ളതിനാൽ ആ ചോദ്യം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. എന്താണ് സ്തുതി എന്ന് പറഞ്ഞാൽ? അസ്സനാഉ ബിൽ ലിസാനി അലാ ജമീലിൽ ഇഖ്തിയാരി, സ്വേഷ്ടപ്രകാരം ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല കാര്യത്തിന് ഒരാളെ പുകഴ്ത്തി പറയുന്നതിനാണ് സ്തുതിക്കുക എന്ന് പറയുക. ഉദാഹരണത്തിന് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, നല്ലൊരു പണ്ഡിതനാണ്, നല്ലൊരു മുദരിസാണ്, നല്ലൊരു പ്രഭാഷകനാണ്, നല്ലൊരു സംഘാടകനാണ് എന്ന് നാം പറഞ്ഞാൽ അദ്ദേഹത്തെ പുകഴ്ത്തി പറയലാണ്. എന്റെ സയ്യിദ് അലി സയ്യിദ് അലി സഖാഫി പഴയ കാലത്ത് ഇപ്പോഴും നല്ലൊരു സംഘാടകനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ സ്തുതിച്ചു പറയലാണ്. ആ സ്തുതിച്ചു പറയുന്നത് കൊണ്ട് എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറയുന്നതിന് എതിരാവില്ല. എന്തുകൊണ്ട്? സയ്യിദ് അലി സഖാഫിക്ക് ഗൾഫിലായിരുന്നാലും ഇവിടെയായിരുന്നാലും നല്ല ഒരു സംഘാടകനായി, മികവുറ്റൊരു നേതാവായി മാറാൻ കഴിവ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹുവാണ് എന്ന് വിശ്വാസമനുസരിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുമ്പോ അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പുകഴ്ത്തി പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് പുകഴ്ത്തി പറയേണ്ടി വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ മുഴുവനും സ്രോതസ്സും, അതിന്റെ മുഴുവനും ഉറവിടവും, അതിന്റെ മുഴുവനും ഉടമസ്ഥനും അള്ളാഹു മാത്രമാണ്. ബാക്കി എല്ലാവരുടെയും അള്ളാഹു നൽകുന്നതാണ് എന്നാണ് അൽഹംദുലില്ലാ എന്നതുകൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ. ഈ ഒരു കൈവിരൽ അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ആദരിക്കുന്ന അഷ്റഫുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു കൈവിരൽ അള്ളാഹു കൊടുക്കാത്ത കഴിവ് കൊണ്ട് അനക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ടോ? ഈ ഒരു കൈവിരൽ അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും മടക്കി പിടിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. എൻ്റെ തെറ്റിദ്ധരിച്ചു പോയ വിവിധ സംഘടനകളിൽ പോയ സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഇവരെയൊന്നും കോച്ചിങ് കൊടുത്ത് ഇരുത്തിയതല്ല എന്ന് മറുപടി നൽകാൻ. ഇവരുടെയൊക്കെ ഖൽബിന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ് ഈ വിളിച്ചു പറയുന്നത്. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും സ്വന്തം കൈവിരൽ ഒന്ന് അനക്കാൻ അല്ലാഹു കൊടുക്കാത്ത കഴിവില്ല. സകല കഴിവുകളും അല്ലാഹുവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അല്ലാഹു കൊടുക്കാത്ത ഒരു കഴിവുമില്ല എന്നുറച്ച് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അതേ സമയത്ത് സാധാരണക്കാർക്ക് അല്ലാഹു സാധാരണയിൽ ചെയ്യാൻ കഴിയുന്ന കഴിവ് കൊടുക്കും, അസാധാരണക്കാർക്ക് അല്ലാഹു അസാധാരണയിൽ ചെയ്യാൻ കഴിയുന്ന കഴിവ് കൊടുക്കും. ഓരോരുത്തർക്കും അവരുടെ പവർ അനുസരിച്ച് അല്ലാഹു വലുതും ചെറുതുമായ കഴിവ് കൊടുക്കും. ആ കഴിവുകൾ അല്ലാഹു അവരിലൂടെയാണ് നൽകാർ പതിവുള്ളതെന്നുകൊണ്ട് അവരിലൂടെ നമ്മളത് സ്വീകരിക്കും, അവരോട് നമ്മളത് ചോദിക്കും. ഇതൊന്നും അല്ലാഹുവിന് മാത്രമാണ് കഴിവ് എന്ന് വിശ്വസിക്കുന്നതിനോ നാം പറയുന്നതിനോ എതിരല്ല എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. തെറ്റിദ്ധരിച്ചുകൊണ്ട് കോടിക്കണക്കായ മുസ്ലിം ഉമ്മത്തിനെ കാഫിറുകളും മുശ്രിക്കുകളും കൊല്ലൽ നിർബന്ധമായവരുമൊക്കെയായി ചിത്രീകരിക്കുന്ന നല്ലവരായ വിവരമില്ലാതെ പെട്ടുപോയ ബിദ്അത്തിന്റെ പുത്തൻവാദികളായ സുഹൃത്തുക്കളോട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു മിനിറ്റ് ചിന്തിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന് മാത്രമാണ് കഴിവ് എന്ന് യഥാർത്ഥത്തിൽ ഒരാൾക്ക് വിശ്വാസമുണ്ടായി 10,000 കോടി രൂപയുടെ കടക്കാരനായി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആ കടം വീട്ടാൻ എനിക്ക് കഴിയില്ല എന്ന് ബോധ്യമുണ്ട്. കടക്കാര് വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരിക്കലും ഒരു വിശ്വാസി ആ സമയത്ത്
സമയത്ത് കയറെടുക്കേണ്ടി വരികയില്ല. അയാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. എല്ലാ ഭാഗത്തു നിന്നും തനിക്ക് എതിരായി നിൽക്കുമ്പോഴും ഒരിക്കലും അദ്ദേഹം പിറകോട്ട് പോവുകയില്ല. ബഹുമാനപ്പെട്ട വലിയത്തുല്ലാഹി ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു അൻഹ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറിയം റളിയല്ലാഹു അൻഹ കുളിക്കാൻ വേണ്ടി പോയതാണ്. കുളിക്കുന്നതിനിടക്കാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മറിയം ബീബിയോട് പറയുന്നത്, നിങ്ങൾക്കൊരു കുട്ടിയെ തരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചതാണ് എന്നെ. മറിയം ബീബി അത്ഭുതത്തോട് പറഞ്ഞ മറുപടിയുണ്ട്, ഞാൻ വിവാഹിതയല്ല, ഞാനൊരു വ്യഭിചാരിയുമല്ല, എങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ? ഭൗതികമായ നിയമമനുസരിച്ച് ഒരു പുംബീജമില്ലാതെ ഒരിക്കലും ഒരു കുഞ്ഞു ജനിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് സാധാരണയിൽ പറയുന്നത് പോലെ മറിയം റളിയല്ലാഹു അൻഹ മറുപടി പറയുമ്പോ ആ മറിയം റളിയല്ലാഹു അൻഹയോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, അല്ലാഹുവിന് എങ്ങനെ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹ തീർച്ചയായും റബ്ബിന് കഴിയാത്തതൊന്നുമില്ലെന്ന് പറയുമ്പോ അവിടെ വെച്ച് ഗർഭിണിയാകുന്നു. ആ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ വീട്ടിലേക്ക് പോകുമെന്നറിയാതെ വിഷമിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറിയം റളിയല്ലാഹു അൻഹ പ്രസവിക്കുകയാണ്. ഞാൻ ആ സംഭവം വിശദീകരിക്കൽ എന്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് ഓരോന്നും വിശദമായി പറയുന്നില്ല അവിടുത്തെ സംഭവങ്ങൾ. മറിയം റളിയല്ലാഹു അൻഹ പ്രസവിച്ച കുഞ്ഞുമായി ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളോട് ഈ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഈ കുട്ടി അതിന് മറുപടി നൽകുമെന്നാണ്. ബീവി മറിയം റളിയല്ലാഹു അൻഹ ആ പിഞ്ചു പൈതലുമായി ജനങ്ങൾക്കിടയിലേക്ക് വരികയാണ്. കുളിക്കാൻ പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാതിരുന്ന പെൺകുട്ടി അതാ തിരിച്ചു വരുമ്പോ ഒരു കുഞ്ഞുമായി വരികയാണ്. സുബ്ഹാനല്ലാഹ്. മറിയം റളിയല്ലാഹു അൻഹയോട് ആളുകൾ ചോദിക്കുമ്പോ മറിയം റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ആ കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, ഈ ചെറിയ ഇപ്പോൾ പ്രസവിച്ച കുട്ടിയോട് സംസാരിക്കാനാണോ നിങ്ങൾ പറയുന്നത്? മറിയം റളിയല്ലാഹു അൻഹയല്ല മറുപടി പറയുന്നത്, മറിച്ച് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറയുന്നു, ഇന്നീ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതാനിയൽ കിതാബ്, അല്ലാഹു എനിക്ക് കിതാബ് നൽകിയിരിക്കുന്നു. വജഅലനി നബിയാ, അല്ലാഹു എന്നെ നബിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വബർറം ബിവാലിദൈ, എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഞാൻ ബറക്കത്താണ്. ഞാൻ ജനിച്ച ദിവസവും ഞാൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസവും എന്നെ അല്ലാഹു മഹ്ശറിലേക്ക് യാത്രയാക്കുന്ന ദിവസമൊക്കെ ബറക്കത്തുള്ള ദിവസമാണ് തുടങ്ങിയ ധാരാളം മറുപടികൾ ആ പിഞ്ചു കുഞ്ഞ് കിടന്ന കിടപ്പിലങ്ങ് പറയുന്നു. ഭൗതികമായ എല്ലാ വാതിലുകളും അടയുമ്പോ അല്ലാഹുവല്ലാതെ മറ്റൊരാളും എന്നെ സഹായിക്കാനില്ലെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു വിശ്വാസി പതറുകയല്ല ചെയ്യുന്നത്, യഖീനുള്ള വിശ്വാസത്തോടു കൂടി പിടിച്ചു നിൽക്കുകയാണ്. എൻ്റെ ഉമ്മമാരെ, ഭർത്താവിന്റെ വീട്ടിലെത്തിപ്പോയി ദുരനുഭവങ്ങൾ കൊണ്ട് ജീവിക്കാൻ വയ്യാതെ വരുമ്പോ അനുജത്തിന്മാര് പതറിപ്പോകരുതേ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഭാര്യമാരിൽ നിന്ന് വളരെ മോശമായ അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ചിത്രം കാണുമ്പോ അതാ മനസ്സ് പതറിപ്പോകല്ല. അവയൊക്കെയും തിരിച്ചു കൊണ്ടുവരുവാനും ആ മനസ്സുകളെയൊക്കെ മാറ്റിയെടുക്കാനും ഒരു പക്ഷേ അതിനേക്കാൾ ഖൈർ നിങ്ങൾക്ക് ഖലാ ചെയ്യുവാനും ഒക്കെ കെൽപ്പുള്ളൊരു റബ്ബുണ്ട് നമുക്ക്. ഈ ലോകത്തെ സകലതും നമുക്കെതിരായി നിന്നാലും അല്ലാഹു നമ്മളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ലോകത്ത് രക്ഷപ്പെടുത്താൻ കഴിവുള്ള റബ്ബാണ് നമ്മുടെ റബ്ബെന്ന ബോധ്യം നമ്മുടെ കൽബിൽ വേണം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർകളതാ ഒരു തവണ പ്രഭാഷണം നടത്തുകയാണ്. താഹിർന്ന് വന്നത് മുതൽ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു മാത്രമാണ് സംരക്ഷകൻ, റബ്ബ് മാത്രമാണ് കഴിവിന്റെ ഉടമസ്ഥൻ എന്നല്ലേ വിശദീകരിക്കുന്നത്. ഇതുപോലെ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ഭീകരമായ സർപ്പമാ സദസ്സിലേക്ക് വരുന്നു. നേരെ
നേരെ ഷെയ്ഖ് ജീലാനി തങ്ങളെ നേരെ ചീറി അങ്ങടുക്കുകയാണ്. ശിഷ്യന്മാര് മുഴുവനും ഇറങ്ങിയോടുന്നു. പേടിച്ചരണ്ട് ദൂരെ അവർ നോക്കുമ്പോ കാണുന്ന രംഗമെന്നാണ്. ആ സർപ്പം അങ്ങനെ വന്നു ഉസ്താദിന്റെ ജുബ്ബയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി. സർപ്പം ഇങ്ങനെ ജുബ്ബയുടെ ഉള്ളിലൂടെ വന്ന് കഴുത്തിന് ചുറ്റി. മഹാനവർഗയുടെ മുഖത്തേക്ക് പത്തി വിടർത്തി അതിങ്ങനെ നോക്കിയിട്ട് കൊത്താനാഞ്ഞു നിൽക്കുമ്പോ ഷെയ്ഖ് ജീലാനി തങ്ങളെ പ്രഭാഷണം നടത്തുന്ന വിഷയം ഏതാണെന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ച റബ്ബിനല്ലാതെ ലോകത്തൊന്നിനും അല്ലാഹു കൊടുക്കാത്തൊരു കഴിവുമില്ലല്ലോ. ഇതങ്ങ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സർപ്പം വന്നിട്ട് തന്റെ ഷേട്ടിന്റെ ഉള്ളിലൂടെ കയറിയിട്ട് കഴുത്തിലങ്ങ് ചുറ്റിയിട്ട് മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്. പക്ഷേ ജീലാനി തങ്ങള് ബേജാറായില്ല. ബഹുമാനപ്പെട്ടവര് വിറച്ചില്ല, പിറകോട്ടോടിയില്ല, ഒച്ച വെച്ചില്ല. മഹാനവർകൾ അങ്ങനെ ഒരു സംഭവം തന്നെ അറിയാത്തതുപോലെ പ്രസംഗം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് ജീലാനി തങ്ങൾ പ്രസംഗിക്കുന്നത് താഴത്തെ കാവി പ്രസംഗിക്കുന്നത് പോലെയല്ല. മാനപ്പെട്ടവരുടെ സദസ്സിൽ 7000 പേര് പലപ്പോഴും ഉണ്ടാകും, 25,000 വരെ ആളുകൾ ഉണ്ടാകും. ആ സദസ്സിൽ മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ബഗ്ദാദ് പട്ടണത്തിലെ മുഴുവൻ വീടുകളിലും അതാ വൈകുന്നേരമായാൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ വീടിന്റെ മച്ചിൽ കയറി നിൽക്കും. എന്തിനാണെന്നറിയോ? ഷെയ്ഖ് ജീലാനി തങ്ങൾ തന്റെ കാങ്കാഹിൽ നിന്ന് പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണം ബഗ്ദാദിലെ ഓരോ വീട്ടിന്റെ മച്ചിലേക്കും എത്തുകയാണ്. വലിയ മൈക്ക് സെറ്റ് വെച്ചിട്ടല്ല, ഭൗതികമായൊരു സംവിധാനം വെച്ചിട്ടല്ല. എന്നാൽ അത്രയും ശബ്ദത്തിൽ ഇങ്ങനെ ഒരാൾ ശബ്ദിച്ചാൽ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് അരോചകമായി അനുഭവപ്പെടുമോ? ഇല്ല. എല്ലാവരും ഒരേ ശബ്ദത്തിലാണ് കേൾക്കുന്നത്. കാരണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിളനെ കാളവാനും നിലനെ കൊടുഫാനും നായർ അവർക്ക് അധികാരം ചെന്നവർ. അല്ലാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് ലോകത്തെ മഹാന്മാർക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ലല്ലോ. ആ വലിയ പ്രഭാഷണത്തിനിടയിലാണ് സർപ്പം വന്നിട്ട് മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്. മുത്തല്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, കിതാബ് മുത്താല ചെയ്യുമ്പോൾ ചരിത്രമല്ലേ? മുഖത്തേക്ക് നോക്കിയോ, കഴുത്തിൽ ചുറ്റിയോ, അതോ കഴുത്തിലൂടെ ഇങ്ങനെ വന്നോ? അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. സർപ്പം വന്നു എന്ന കാര്യത്തിലും മഹാനവരുടെ നേരെ ചീറിന്നു എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ സമ്മതിച്ച വസ്തുതയാണ്. ശിഷ്യന്മാരിങ്ങനെ ഏജാറായി അത്ഭുതത്തോടെ നോക്കുമ്പോ ആ സർപ്പം കുറെ സമയം ബഹുമാനപ്പെട്ടവരുടെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കി. നാവിങ്ങനെ നീട്ടിപ്പിടിച്ചു, വിഷപ്പല്ലിങ്ങനെ കാണിച്ചു. മഹാനവർകൾ നിന്ന നിൽപ്പിൽ അങ്ങ് പ്രസംഗം തുടരുകയാണ്. അങ്ങനെ ഒരു സംഭവം പോലും അറിയാത്തതുപോലെ പ്രസംഗിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് സർപ്പമിങ്ങ് താഴേക്ക് ഇറങ്ങി വന്നു. അതുപോലെ അവിടുത്തെ മുന്നിൽ നിന്നു. എന്നിട്ട് അവിടത്തോട് സംസാരിക്കുന്നു. ശിഷ്യന്മാർ അത്ഭുതപ്പെടുകയാണ്. സർപ്പമങ്ങ് തിരിച്ചു പോകുന്നു. സർപ്പമങ്ങ് തിരിച്ചു പോയപ്പോ ശിഷ്യന്മാർക്കൊക്കെ വരാൻ ധൈര്യമായി. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ അടുത്തുകൂടാൻ വേണ്ടി തുടങ്ങി. എല്ലാവരും ഒത്തുകൂടിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് ആ സർപ്പം നിങ്ങളോട് പറഞ്ഞിരുന്നത്? സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് പറഞ്ഞു, ധാരാളം ഔലിയാക്കളെ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന സമയത്ത് പോയി പരീക്ഷിച്ചിട്ടുണ്ട്. ആ പരീക്ഷിച്ച കൂട്ടത്തിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ നിങ്ങളെപ്പോലെ യഖീനുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് പറയുന്നതിൽ 100% യഖീനുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു.
എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ, കറകളഞ്ഞ വിശ്വാസമാണ് ഈ മുഅ്മിനീങ്ങൾക്ക് വേണ്ടത്. ലോകത്ത് പലതും ഉണ്ടാകും, ഇനി പലതും നമ്മൾ കേൾക്കേണ്ടി വരും, പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ മുഅ്മിനീങ്ങൾ ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് ഇവിടെ സുഖിച്ച് ജീവിക്കുവാനല്ല, മരണാനന്തര ലോകം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശ്വാസി ജനിക്കുന്നത്. മരണം ഒരു തീർച്ചയാണ്. അതേത് രൂപത്തിലായാലും നമ്മൾ ബേജാറാവേണ്ടതില്ല. അതേ സമയത്ത് മരിക്കുന്ന സമയത്ത് മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കിട്ടിയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഒരുപക്ഷേ നമ്മൾ വെട്ടേറ്റ് മരിക്കുകയാവാം, വെടിയേറ്റ് മരിക്കുകയാവാം, ക്യാൻസർ ബാധിച്ച് മരിക്കുന്നവരാവാം, അതല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരിക്കുന്നവരാവാം, കിഡ്നി വീക്കായി മരിക്കുന്നവരാവാം. ഏത് രൂപത്തിലാണ് നമ്മുടെ മരണമെന്നതിന് പ്രാധാന്യമില്ല. മരണത്തിന്റെ ശേഷം അതിന്റെ മുമ്പുള്ള രോഗത്തെ കുറിച്ചല്ലല്ലോ ചർച്ച വരുന്നത്. മരണത്തിന്റെ ശേഷം അവന്റെ ജീവിതത്തെ നിർണയിക്കുന്നത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയുമോ? ഇത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലെ ബേജാറ്. അതിലല്ലാതെ നമ്മുടെ മനസ്സ് പടയേണ്ട കാര്യമില്ല. അല്ലാഹു എന്നിൽ എന്നൊക്കെ ഖളാ ചെയ്തോ നടക്കട്ടെ. ഖൈർ കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ശർ ആണെങ്കിലും വിശ്വാസിക്ക് അൽഹംദുലില്ലാഹ്. രണ്ടും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒറ്റ സംഭവം പറഞ്ഞു ഈ വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ ഇരുന്നിങ്ങനെ ചിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരുന്ന ഒരാൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കുക? അയാൾ നല്ലേ ചെവിൻ്റെ ഉള്ളിൽ ആ മറ്റേ സാധനം വെച്ചിട്ട് നല്ലൊരു കോമഡി കേൾക്കുന്നുണ്ടാകും എന്നിങ്ങനെ ആലോചിക്കും. എന്നാൽ ഹബീബായ തങ്ങൾ അങ്ങനെ ചിരിക്കുന്നതാവൂലല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, ഞാൻ പലപ്പോഴും അവിടുത്തെ കണ്ടിട്ടുണ്ട്. പാടത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെ ചിരിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ കരയും. നമുക്ക് രണ്ടും അറിയില്ല. നമുക്ക് കരയാണെങ്കിൽ ഒരു സദസ്സ് കിട്ടണം, നമുക്ക് കുറച്ചൊക്കെ കരച്ചിൽ കിട്ടും. ചിരിക്കണമെങ്കിൽ നമുക്ക് 4 ആളെ കിട്ടണം. ഇത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് കരയുക. ആ രൂപത്തിലെ ഹബീബ് ഇങ്ങനെ ചിരിക്കുകയാണ്. നബി തങ്ങളെ മുഖത്ത് ചിരി വരുമ്പോ സഹാബത്തിന് അതിനേക്കാൾ സന്തോഷമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ? എല്ലാ ചെന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങെന്തിനാണ് ചിരിക്കുന്നത്? ആരുമില്ലല്ലോ പരിസരത്ത്, എന്തിനാണ് ഒറ്റക്കിരുന്ന് ചിരിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ആകാശ ലോകത്ത് 2 മലക്കുകൾക്കിടയിൽ നടക്കുന്ന ഒരു ചർച്ച കേട്ട് ചിരിക്കുകയാണ്. ആകാശ ലോകത്ത് 2 മലക്കുകൾക്കിടയിൽ നടക്കുന്ന ഒരു ചർച്ച കേട്ടിട്ട് ഞാൻ ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ അവർക്കിടയിൽ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നത്? അതിലൊരു മലക്ക് പറയുന്ന വാക്കെന്താണ് സ്വഹാബികളെ നിങ്ങൾക്കറിയോ? അയാൾ പറയുന്നു, നിങ്ങൾ എങ്ങോട്ടാണ്? അസ്സലാമു അലൈക്കും സലാം അടക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ്? കൂട്ടുകാരൻ പറയുന്നത്, ഞാൻ ഒരാൾ മരിക്കാൻ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചാരത്തേക്കാണ് ഞാൻ പോകുന്നത്. ആ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ ഭൗമലോകത്ത് ധാരാളം ഖൈർ ചെയ്യാൻ തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. ആ ഖൈറിന് അല്ലാഹു ഇവിടുന്ന് തന്നെ ആൾക്ക് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. മഹ്ശറ ലോകത്ത് ആ മനുഷ്യന് ഒന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് ഈ ഭൗമലോകത്ത് വെച്ച് മനുഷ്യൻ ചെയ്യുന്നതിന് മുഴുവനും ഇവിടെ വെച്ച് തന്നെ പ്രതിഫലം കൊടുത്തു തീർക്കും ചിലർക്ക്. അതാർക്കായിരിക്കുമെന്നോ? അല്ലാഹു മഹ്ശറ ചിലർക്ക് അല്ലാഹു ഖളാ ചെയ്യാത്തവരുണ്ടാകും. അത്തരക്കാർക്ക് അല്ലാഹു നീതിമാനായ പടച്ച റബ്ബ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പ്രതിഫലം ഇവിടെ തന്നെ വെച്ച് തീർക്കുകയാണ്. ആ മനുഷ്യന് പക്ഷേ ഒരു ഖൈർ മാത്രം ആ മനുഷ്യൻ
മനുഷ്യന് ചെയ്തതിന്റെ പ്രതിഫലം ഇവിടുന്ന് കൊടുക്കാതെ വിട്ടിട്ടുണ്ട്. ഇനി അത് മരിക്കുന്നതിന്റെ മുമ്പ് അയാൾക്ക് ലഭിച്ചിട്ട് മരിച്ചെങ്കിലേ അള്ളാഹു നീതിമാനാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പടച്ച റബ്ബ് തമ്പുരാൻ ആ മനുഷ്യന് ആഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക തരം മത്സ്യം കഴിക്കണമെന്നാണ് ആ മനുഷ്യന്റെ ആഗ്രഹം. ആ മത്സ്യമാണെങ്കിലോ അദ്ദേഹം ജീവിക്കുന്ന ഭാഗത്തുള്ള കടലിൽ ജീവിക്കുന്ന മത്സ്യമല്ല, അതത് ആ നടുക്കടലിന്റെ അങ്ങേ ഭാഗത്ത് ജീവിക്കുന്ന മത്സ്യമാണ്. എന്നോട് എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് ആ നടുക്കടലിൽ പോയി ആ മത്സ്യത്തെ അട്ടിത്തെളിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഇയാള് താമസിക്കുന്ന ഭാഗത്തേക്ക് മത്സ്യബന്ധനം നടത്തുന്ന കടലോരത്ത് ആ മത്സ്യം എത്തിക്കണം. എന്നിട്ടൊരു പ്രത്യേക വലയിൽ തന്നെ ആ മത്സ്യം കുടുങ്ങണം. ആ മത്സ്യം എത്തുന്ന ആ സ്ഥലത്ത് വെച്ച് ധാരാളം രാജ്യങ്ങളിലേക്ക് വിവിധങ്ങളായ വണ്ടികളിൽ നിന്ന് മത്സ്യം കൊണ്ടുപോകുന്നുണ്ട്. അതിലൊരു പ്രത്യേക ലോറിയിൽ തന്നെ ആ മത്സ്യം കയറണം. പോകുന്ന വഴിയിൽ പലയിടത്തും മത്സ്യം ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലൊരു പ്രത്യേക കൊട്ടയിൽ തന്നെ ആ മത്സ്യം ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ആ മത്സ്യം ഇറങ്ങണം. ആ നാട്ടിൽ തന്നെ നൂറുകണക്കിന് വീട്ടുകാർക്ക് ആ മത്സ്യക്കൊട്ടയിൽ നിന്ന് വിപണനം നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ ആ മത്സ്യം എത്തിക്കണം. എന്നിട്ട് ആ മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്ത് നീതിമാനായ പടച്ച റബ്ബ് അയാൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കൊടുത്തു തീർക്കുകയാണ്. അദ്ദേഹത്തിന് മഹ്ശറിൽ അല്ലാഹു ഒന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം അയാൾ മരിക്കുന്ന സമയത്ത് മുഅ്മിനല്ല. ഇപ്പോൾ ചില നല്ല സുഹൃത്തുക്കളുണ്ട്, അവർക്ക് സ്വർഗം ഉറപ്പാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാക അവരുടെ പണിയുള്ള ഇനി ആരൊക്കെ ഞങ്ങളെ കൂട്ട സ്വർഗത്തിലേക്ക് കൊണ്ടുവരണം, അതിനുള്ള ലീസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലാണ് ചില ആളുകൾ. ഞാൻ വേദന കൊണ്ട് പറയുകയാണ്, നമ്മൾ ചെറുതാകുന്നതിനും ചില പരിധികളൊക്കെ ഉണ്ട് കൂട്ടുകാരാ. നല്ലതുപോലെ ചിന്തിക്കണേ. നമ്മളൊക്കെ എന്നല്ല, ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാര് മുഴുവനും അവനവന്റെ കാര്യത്തിൽ ബേജാറിലാണ്, അവനവന്റെ കാര്യത്തിൽ പേടിയിലാണ്, എന്റെ കാര്യത്തിൽ പേടിയിലാണ്. ആ പേടിയോടെ ബേജാറോടെ നിൽക്കുന്ന ധാരാളം മഹാന്മാരെ കണ്ടുമുട്ടുമ്പോ ഞാനിങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കാണ്, ആരൊക്കെ സ്വർഗത്തിൽ അല്ല കയറ്റണമെന്ന്. എന്റെ തീരുമാനമനുസരിച്ച് റബ്ബ് എടുത്തോളണം എന്നാണ് നമ്മുടെ ദാഠ്യമെങ്കിൽ എന്റെ കൂട്ടുകാരെ, മരണം വരെ മുഅ്മിനിന്റെ പേരിൽ അറിയപ്പെട്ട് മരിച്ചു കിടക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളുണ്ടായി. ധാരാളം മയ്യത്ത് നിസ്കാരങ്ങൾ കിട്ടി. മുഅ്മിനീങ്ങളെ ഖബർസ്ഥാനിൽ തന്നെ വെച്ചതുകൊണ്ടൊന്നും ഒരാളും രക്ഷപ്പെടുമെന്ന് താഹിർ ധരിക്കണ്ട, എന്റെ കൂട്ടുകാര് ധരിക്കണ്ട. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കിട്ടണം. നബി തങ്ങൾ പറഞ്ഞല്ലോ, അതാ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്ത് കാഴ്ചക്കാർക്ക് സ്വർഗത്തോടടുത്തു. പക്ഷേ അവസാന സമയത്ത് അയാളെ ഈമാനങ്ങ് ഊരിപ്പോയി. അല്ലാഹു കാക്കട്ടെ. മരിക്കുമ്പോ മുഅ്മിനല്ലാതെ മരണപ്പെട്ടു പോയി. അതേ സമയത്ത് ധാരാളം തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അവസാന സമയം അങ്ങ് നന്നായി അയാള് സ്വർഗ അവകാശിയായി പോയി. ഇതൊക്കെ അള്ളാന്റെ ഹബീബ് വിശദീകരിച്ച് വെച്ചതാണ്. എന്റെയും നിന്റെയും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും തീരുമാനിക്കേണ്ടതില്ല മതമെന്ന ഒരു ബോധം അല്പം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അത്തരം ചിന്തകളിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് വളരെ താഴ്മയോടുകൂടി സ്നേഹത്തോടുകൂടി അപേക്ഷിക്കുന്നു. ഞാൻ ആരെയും വേദനിപ്പിക്കാനും വിമർശിക്കാനുമല്ല ഇത് പറയുന്നത്. എനിക്ക് കിട്ടുന്നതൊക്കെ ഞാനങ്ങ് മൈക്ക് കിട്ടിയിട്ട് പറയുക എന്ന ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരരുതേ. ആഖിറം നഷ്ടപ്പെട്ടു പോകും. യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ എണീക്കുമ്പോ മുഅ്മിനാണ്,
വൈകുന്നേരം ആകുമ്പോ മുഅ്മിനല്ല, രാവിലെ എണീക്കുമ്പോ മുഅ്മിനല്ല, വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈമാൻ കിട്ടിപ്പോയി. ഇതൊക്കെ നബി തങ്ങൾ എത്ര വിശദീകരിച്ചതാണ്. വളരെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ മലക്കിന്റെ മറുപടി എന്താണ്? ഞാൻ ഒരാൾ മരിക്കാൻ കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, അയാളുടെ അവസാനത്തെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി പോവാണെന്ന് പറയുമ്പോ മറ്റേ ആളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? ഞാനും ഒരാൾ മരിക്കാൻ കിടക്കുന്നിടത്തേക്കാണ് പോകുന്നത്. എനിക്ക് മരിക്കാൻ കിടക്കുന്ന ആളടുത്ത് ചെന്നിട്ട് ചെയ്യാനുള്ള ജോലി എന്താണ്? അയാൾ സുബ്ഹാനല്ലാഹ് ആഖിറത്തിൽ വലിയ സ്ഥാനമുള്ളയാളാണ്, നല്ലോണം ഇബാദത്ത് ആളുമാണ്. പക്ഷേ നീതിമാനായ പടച്ച റബ്ബിന് മഹ്ശറയിൽ നീതി നടപ്പിലാക്കുമ്പോ ഒരു സൽക്കർമ്മങ്ങൾ കൂടി അയാൾ ചെയ്തെങ്കിലേ അയാൾക്ക് അല്ലാഹു ഖലാ ചെയ്ത സ്ഥാനം ലഭിക്കുകയുള്ളൂ. അതിനിവിടെ ടൈമില്ല, അയാൾ മരിക്കാൻ പോവാണ്. അതിന് അല്ലാഹു കൊടുത്തൊരു മാർഗം ഏതാണെന്നറിയോ? അല്ലാഹു ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ആഗ്രഹം കൊടുത്തു. തേന് കുടിക്കണമെന്നാണ് ആ ആഗ്രഹം. ആ തേന് തേടിയിട്ട് അദ്ദേഹത്തിന്റെ മകന് കടയിലേക്ക് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സ്നേഹനിധിയായ മകൻ ബാപ്പാക്ക് വേണ്ടി തേനുമായി തിരിച്ചു വരും. ആ സമയത്ത് ആ ഭാഗത്തുള്ള മുഴുവൻ തേനുകളും കടുപ്പമുള്ള കൈപ്പാക്കി മാറ്റണമെന്നാണ് റബ്ബനോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് തേന് കുടിക്കാൻ കൊതിയുണ്ടായിരിക്കെ തേന് ലഭിക്കാതെ കുടിക്കാതെ അയാൾ മരിക്കണം. ആ ഒരു വിഷമത്തിന്റെ പ്രതിഫലമായി അയാൾക്ക് സ്വർഗത്തിലെ ഉന്നത സ്ഥാനം ലഭിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നതെന്ന് പറയുന്നത് കേട്ടാണ് ഞാൻ ചിരിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഉമ്മമാരെ, മക്കള് മുഖത്തടിക്കുമ്പോ സങ്കടപ്പെടല്ല, മക്കളെ ശപിക്കല്ല. കലാമുല്ലുയൂബായ പടച്ച റബ്ബിനോട് ദുആ ചെയ്യൂ, റബ്ബേ എന്റെ മകനെ ഒന്ന് നന്നാക്കി തരണേ തമ്പുരാനെ. മരുമകള് ദേഷ്യപ്പെടുമ്പോ അല്ലാഹുവിനോട് സങ്കടപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യണേ, മരുമകളെ നന്നാക്കി തരണേ റബ്ബേ. സ്വന്തം ഉമ്മമാരിൽ നിന്ന്, ഭർത്താവിന്റെ ഉമ്മമാരിൽ നിന്ന് വിഷമങ്ങളും പീഡനങ്ങളും വരുമ്പോ എന്റെ അനുജത്തിമാരെ പതറിപ്പോകല്ല, ശപിക്കല്ല, ഗീബത്ത് പറയല്ല, നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തല്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ കൽബ് തുറന്നു വെച്ച് എന്റെ ഉമ്മാന്റെ കൽബ് നന്നാക്കി തരാൻ നിനക്ക് കഴിയൂല റബ്ബേ, നീ അത് ചെയ്തു തരണമെന്ന് റബ്ബിനോട് ദുആ ചെയ്തോ, അല്ലാഹു സ്വീകരിക്കും കേട്ടോ. ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ജേഷ്ഠത്തിമാരിൽ നിന്ന്, അനുജത്തിമാരിൽ നിന്ന്, ജ്യേഷ്ഠാനുജന്മാരിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സഹോദര സംഘടനകളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ രാജ്യത്തെ ഇതര മതസ്ഥരിൽ നിന്ന് ഒക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ പതറുകയല്ല വിശ്വാസി. അവന്റെ ഈമാൻ വർദ്ധിക്കണം, അല്ലാഹുവിൽ തവക്കുലാക്കണം, റബ്ബിൽ നിന്ന് സഹായം തേടിക്കൊണ്ടിരിക്കണം. ഒരു പക്ഷേ ദുനിയാവിൽ നിന്ന് ഷഹാദത്ത് ലഭിച്ചേക്കാം, അല്ലെങ്കിൽ എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൗതിക ലോകത്ത് സുഖം തന്നേക്കാം. ഇത് രണ്ടും റബ്ബിന്റെ ഖലാ ആണ്. ലോകത്തൊന്നും സംഭവിക്കാനില്ല റബ്ബിന്റെ തീരുമാനമല്ലാതെ. ഏത് പ്രയാസം എനിക്ക് വന്നാലും ഒരു വിശ്വാസിയുടെ കാലിൽ തറക്കുന്ന മുള്ളിന് പോലും ആഖിറത്തിൽ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹു മാത്രമാണ് എൻ്റെ സംരക്ഷകൻ, എൻ്റെ എല്ലാ ഖൈറും ശർറും തരുന്നവൻ അല്ലാഹു ആണ്. ഇത് ഖൽബിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയും സുമ്മസ്തഖാമൂ, ആ തീരുമാനമനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, എൻ്റെ എല്ലാ സംരക്ഷണവും റബ്ബ് ഏറ്റെടുത്തതാണെന്ന് വിശ്വാസമുള്ള ഒരാള് എനിക്ക് കണ്ണ് തന്ന, എനിക്ക് കൽബ് തന്ന, എനിക്ക് ഹൃദയം തന്ന, എനിക്ക് ബുദ്ധി തന്ന, എനിക്ക് ആമാശയം തന്ന, എനിക്ക് ദഹനശേഷി തന്ന, എനിക്ക് ഊർജം നൽകിയ, എനിക്ക് വായു നൽകുന്ന, എനിക്ക് ഓക്സിജൻ നൽകുന്ന, എൻ്റെ ഈ ശരീരത്തെ സംരക്ഷിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന് ഞാൻ വഴിപ്പെടേണ്ടതുണ്ടെന്ന് പ്രത്യേകമായി ബുദ്ധിയുള്ള
ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കണം, ലോകത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും ഒരാൾക്ക് ബുദ്ധി കൊടുക്കാൻ കഴിയുമോ? ഞാൻ പറയട്ടെ, 10,000 കോടി രൂപ കൊടുത്താൽ ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? കഴിയുമായിരുന്നെങ്കിൽ ലോകത്തെ ഏതെങ്കിലും മന്ദബുദ്ധികൾ ഇന്ന് ജീവിക്കുമോ? ലോകം മുഴുവനും ഒത്തു ക്ഷമിച്ചാലും ഒരാൾക്ക് അത് ബുദ്ധി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ആലോചിക്കണം, ജീവൻ ഉണ്ടാക്കാനാവില്ലല്ലോ. 150 ഡോക്ടർമാര് 24 മണിക്കൂറും ഒരു രോഗം വരാതിരിക്കാൻ അതാ ചുറ്റുവട്ടത്തിരുന്ന് ശുശ്രൂഷിച്ചിരുന്ന ജാക്സൺ, 150 വർഷം എനിക്ക് ജീവിക്കണമെന്ന് കൊതിച്ച മൈക്കൽ ജാക്സൺ എത്ര പെട്ടെന്നാണ് അറ്റാക്കായി മരണപ്പെട്ടു പോയത്. ഞാൻ പറയുന്നത്, മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ലോകത്തെ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാലും സാധിക്കില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എനിക്ക് ആയുസ് നൽകുന്നത്, എനിക്ക് വായു നൽകുന്നത്, എനിക്ക് ബുദ്ധി നൽകുന്നത്, എനിക്ക് കണ്ണ് നൽകുന്നത്, എനിക്ക് കാഴ്ചശക്തി നൽകുന്നത്, കേൾവി ശക്തി നൽകുന്നത്. അതൊക്കെ റബ്ബ് എനിക്ക് തരുന്ന വലിയ അനുഗ്രഹമാണ്. ഒരു സെക്കൻഡിലെങ്ങാനും എന്റെ ഊർജം അല്ലാഹു അങ്ങ് നിർത്തിവെച്ചാൽ, കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, മാത്രമല്ല ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനായി ഞാൻ മാറിയാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഞാൻ ഈ ഭൂമി ലോകത്ത് ജനിച്ച് വീണപ്പോ അതേ സെക്കൻഡിൽ കോടിക്കണക്കിന് കോഴികൾ ജനിച്ചിട്ടുണ്ട്, ആടുകൾ ജനിച്ചിട്ടുണ്ട്, പുഴുക്കൾ ജനിച്ചിട്ടുണ്ട്, പാമ്പുകൾ ജനിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ച അതേ സെക്കൻഡിൽ ഇവിടെ എലികൾ ജനിച്ചിട്ടുണ്ട്, നായകൾ ജനിച്ചിട്ടുണ്ട്, പശുക്കൾ ജനിച്ചിട്ടുണ്ട്, പുഴുക്കൾ ജനിച്ചിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത വിശേഷ ബുദ്ധി എന്ന മഹാത്ഭുതം എനിക്ക് നൽകിയിരിക്കുന്ന പടച്ച റബ്ബിനെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഈ ഒരു ബോധ്യത്തോടുകൂടി സുമ്മസ്തഖാമൂ, ആ ബോധ്യത്തോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്ക് സാധിച്ചാൽ, സുബ്ഹാനല്ലാഹ്, 25 ആണ്ടോളം ചുറ്റി നാടന്നോവർ ഇരിയന്നായേകൾ കേട്ടാരേയിരുന്നോവർ. ദീർഘമായ 33 വർഷക്കാലം ഇൽമു പഠിക്കുകയാണ്. ദീർഘമായ 33 വർഷമെന്ന് പറഞ്ഞാൽ പോരാ, 52 വയസ്സ് വരെ യഥാർത്ഥത്തിൽ മഹാനവർകള് ഒരർത്ഥത്തിൽ ഇൽമു പഠിക്കുകയാണ്. പിന്നീട് 25 വർഷക്കാലം അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ചുറ്റിക്കറങ്ങുകയാണ്. പിന്നീട് 91-ാമത്തെ വയസ്സ് വരെ ദീനിന്റെ പ്രബോധനം നടത്തുകയാണ്. പകലില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാൻ, എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ എന്ന നിൽപ്പിൽ ഖത്മ് ചെയ്യാറുള്ള മഹാൻ, 24 മണിക്കൂറും റബ്ബിന് 91 വയസ്സ് വരെ ഇബാദത്തിൽ മാത്രം മുഴുകി ജീവിച്ച ഒരു മഹാൻ. നിങ്ങൾക്കറിയോ, ആ ജീവിതത്തിലെ എല്ലാ സുന്നത്തുകളും എടുക്കുന്നുണ്ട്, ഒരു ചെറിയ സുന്നത്ത് പോലും നഷ്ടപ്പെടുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഖളാ അനുസരിച്ച്, അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ച് അല്ലാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് പകലില്ലാതെ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കാമൽ നിന്നിട്ടോ ഒറ്റ കാൽമൽ നിന്നിട്ട് ഒരു ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വ്യാഖ്യാനമുണ്ട്. അതിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വ്യാഖ്യാനം പറയട്ടെ. ഒരൊറ്റ റക്അത്തിൽ നിന്നിട്ടതാ ഒരു ഖത്തമാണ് ഒരു റക്അത്തിൽ അങ്ങ് പൂർത്തിയാക്കുന്നത് കേട്ടോ. ആ രൂപത്തിൽ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്തു. ആ ഇബാദത്ത് അങ്ങ് ചെയ്തിട്ട് ഭൗതിക ലോകത്ത് 24 മണിക്കൂറും പടച്ച റബ്ബിലേക്ക് അങ്ങ് കൊടുക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, ഇബാദത്തിന് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം മഹ്ശറയില് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗമെന്ന് പറയുന്നത്. അതിലേറെ അല്ലാഹുവിൻ്റെ ഇതാ എന്ന് പറയുന്നത്. അതൊക്കെ വലിയ സ്ഥാനമാണെങ്കിലും ഇവിടെ വെച്ച് പടച്ച റബ്ബ് കൊടുക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട്. അല്ലാഹു എങ്ങാനും ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, എപ്പോഴാണ് അല്ലാഹു ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്? ഒരു വിശ്വാസിയായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് ഫർദ്
ഫറലായ അമലുകൾ കൊണ്ടാണ്. ഫറലായ അമലുകൾ കൊണ്ടാണ്. ആ ഫറലായ അമലുകൾ ഇങ്ങനെ ചെയ്ത് 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 അവസാനം സുന്നത്തായ അമലുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുമ്പോ അള്ളാഹുവിന് ആ മനുഷ്യനോട് സ്നേഹം വരുന്നു. നമുക്കങ്ങനെ തന്നെയല്ലേ? ഇയാളിൻ്റെ അടുത്ത് ഒരു 1,00,000 രൂപ കടം വാങ്ങി. 1,00,000 രൂപ കടം വാങ്ങിയിട്ട് പറഞ്ഞ അടുത്ത 15-ാം തീയതി തരാമെന്ന് പറഞ്ഞു. കൃത്യം 15-ാം തീയതി ആൾ തിരിച്ചെത്തിച്ചാൽ അൽഹംദുലില്ലാ നല്ല മനുഷ്യൻ ഞാൻ പറയും. അതേ സമയത്ത് വരുന്ന വരവില് ഒരു നല്ല പഴക്കൊലയും കൂടി വാങ്ങിയിട്ട് വന്നു. ആകെ 250 രൂപയുടെ വിലയുള്ളൂ. പക്ഷേ ആ 250 രൂപയുടെ പഴക്കൊല കൊണ്ടുവന്നതായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാകുക. അത് നമുക്കൊരു പ്രത്യേക സ്നേഹത്തിന്റെ ഭാഗമാണ് ആ പഴക്കൊല. കാരണം അത് കിട്ടാനുള്ള കാശല്ല, അത് സ്നേഹപ്രകടനമാണ്. ഇതുകൊണ്ട് ഫർളിനേക്കാൾ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യന് ചെയ്യേണ്ടത് സുന്നത്തായ കർമ്മങ്ങളാണ്. പക്ഷേ ആ സുന്നത്തായ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഫർളുകൾ ചെയ്തിരിക്കണം. ഫർളുകൾക്കാണ് വലിയ പ്രതിഫലം. ആ ഫർളുകൾ ഒഴിവാക്കിയിട്ട് സുന്നത്ത് ചെയ്യണമെന്നല്ല, ഫർളുകൾ ധാരാളമായി എല്ലാ ഫർളുകളും ചെയ്യുക. അതോടൊപ്പം സുന്നത്തായ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു ആ മനുഷ്യനെ സ്നേഹിക്കുകയാണ്. ആ മനുഷ്യനെ അല്ലാഹു സ്നേഹിച്ചാൽ, ഒരു മനുഷ്യനെ അല്ലാഹു സ്നേഹിച്ചാൽ അല്ലാഹു അവിടുത്തെ പ്രിയപ്പെട്ട ബഹുമാന്യനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും, ജിബ്രീൽ ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം സ്നേഹിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മലക്കുകളോട് വിളംബരം ചെയ്യുകയാണ്, പടച്ച റബ്ബ് ഈ മനുഷ്യനെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളൊക്കെ സ്നേഹിക്കണേ. അല്ലാഹു സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് വലിയ സന്തോഷമാണ് മലക്കുകൾക്ക്. അവരൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലോകത്തതാ വിളിച്ചു പറയുന്നു, അല്ലാഹു ഈ മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ട് ജനങ്ങളെ, അതുകൊണ്ട് നിങ്ങളൊക്കെ സ്നേഹിക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. അതോടുകൂടി മുഅ്മിനീങ്ങളെ കൽബിൽ ആ മനുഷ്യനോട് സ്നേഹം വരികയാണ്, ആ മനുഷ്യനോട് ബഹുമാനം വരികയാണ്, ആ മനുഷ്യനോട് അങ്ങേയറ്റത്തെ ആദരവ് വരികയാണ്. ഇതിന്റെ കാരണം അല്ലാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനെ സ്നേഹിച്ചതാണ്. മലക്കുകൾ സ്നേഹിക്കാനുള്ള കാരണം അല്ലാഹു സ്നേഹിച്ചതാണ്. അല്ലാഹു സ്നേഹിക്കുവാനുള്ള കാരണം അദ്ദേഹം സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചതാണ്. സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോ അല്ലാഹു ആ മനുഷ്യനെ സ്നേഹിക്കുകയും ലോകം മുഴുവനും ആ മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും കേട്ടോ. സുബ്ഹാനല്ലാഹ്. എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ആളുകളായി വരുമാറും നിങ്ങൾ ആലോചിക്കണേ. 1000 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മഹാൻ സയ്യിദി അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, നമ്മുടെ നാട്ടുകാരനല്ല, നമ്മുടെ കുടുംബക്കാരനല്ല, നമ്മളെ കാലത്ത് ജീവിച്ചയാളല്ല, നമ്മളുമായി നേരിട്ടൊരു ബന്ധവുമില്ല. ഒരു പക്ഷേ ഇരിക്കുന്ന പലർക്കും ഖാദിരിയത്തിൽ ഒരു അംഗത്വം പോലും ഉണ്ടാവില്ല. എന്നിട്ടും നമ്മൾ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. കാരണം അല്ലാഹു അത്രമാത്രം ആ മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞു. സയ്യിദി അഹ്മദുൽ കബീർ റിഫാഈ 1000 കൊല്ലം മുമ്പ് ജീവിച്ച മഹാനല്ലേ, അവരെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല, പലർക്കും അവിടുത്തെ ജീവിതചരിത്രം പോലും പൂർണ്ണമായി അറിയില്ല. എന്നിട്ടും നമ്മുടെ മക്കളെക്കാളേറെ നമ്മൾ അവരെ സ്നേഹിക്കുന്നു. കാരണം പടച്ച റബ്ബ് അതാ അവരെ സ്നേഹിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. മഹാന്മാരെ അല്ലാഹു സ്നേഹിക്കുമ്പോഴോ ഞാൻ അവർ സംസാരിക്കുന്ന നാവ് ഞാനാകും, പിടിക്കുന്ന കൈ ഞാനാകും, കാണുന്ന കണ്ണ് ഞാനാവും, അവർക്ക് എല്ലാറ്റിനും ഞാൻ കഴിവ് കൊടുക്കുമെന്ന് അല്ലാഹു പറയുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു കണ്ണാകുമെന്ന് പറഞ്ഞാൽ അയാളുടെ കണ്ണിൽ അല്ലാഹു പ്രത്യക്ഷപ്പെടുമെന്നല്ലെന്ന് വിശ്വാസികളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അല്ലാഹു ഒരു സൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. അതേ സമയത്ത്
സമയത്ത് അള്ളാഹു കണ്ണാകുമെന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായ കാഴ്ചശക്തി ആ മനുഷ്യന് നൽകും കേട്ടോ. പ്രത്യേകമായ കഴിവ് ആ മനുഷ്യന് നൽകും കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ധാരാളം പറയാനുണ്ട്. ഞാൻ സമയം കുറവായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വലിയൊരു ഫഖീഹ് ഉണ്ടായിരുന്നു. വലിയ ആലിമാണ്, പണ്ഡിതനാണ്, പ്രബോധകനാണ്, പ്രഭാഷകനാണ്. മഹാനവർകൾക്ക് ഷെയ്ഖ് ജീലാനി തങ്ങളെ വലിയ ബഹുമാനമാണ്, ആദരവാണ്. പക്ഷേ ആളുകൾ പറയുന്ന അത്രയൊക്കെ സ്ഥാനം ബഹുമാനപ്പെട്ടവർക്കുണ്ടോ എന്നതിലാണ് അദ്ദേഹത്തിന്റെ സംശയം. മഹാനവർകളെ നിഷേധിക്കുന്നയാളല്ല, വിമർശിക്കുന്നയാളല്ല, ആക്ഷേപിക്കുന്നയാളല്ല. പക്ഷേ ആളുകൾ പറയുന്നത് പോലെയുള്ള ബഹുമാനങ്ങളും ആദരവുകളുമൊക്കെ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾക്കുണ്ടോ എന്നതിൽ സംശയമുള്ളൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം യാത്ര കഴിഞ്ഞിങ്ങനെ വരികയാണ്. സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ദിവസമാണ്. അദ്ദേഹം സമയം നോക്കുമ്പോൾ അതാ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ജുമഅയുടെ ബാങ്ക് വിളിച്ചു പോകും. അതാ ളുഹ നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ. പെട്ടെന്ന് അയാൾ ചിന്തിച്ചു, തൊട്ടടുത്തൊരു പള്ളി കാണുന്നുണ്ട്, ആ പള്ളിയിൽ നിന്ന് ളുഹ നിസ്കരിക്കാം. പെട്ടെന്ന് ളുഹ കഴിഞ്ഞിട്ട് നേരെ എനിക്ക് നാട്ടിലേക്ക് വളരെ സ്പീഡിൽ യാത്ര ചെയ്താൽ എനിക്ക് ജുമഅക്ക് നാട്ടിലെത്താം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അയാൾ പള്ളിയിലേക്ക് കയറുകയാണ്. പള്ളിയിൽ കയറുമ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ട്. മൂത്രമൊഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്ക് അതാ മൂത്രമൊഴിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിക്കൽ നല്ലതല്ല. മൂത്രമൊഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാനാണ് ദീന് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇയാൾ ചിന്തിച്ചു, എൻ്റെ ജുമഅ നഷ്ടപ്പെട്ടു പോകുമോ നാട്ടിലെത്തുമ്പോഴേക്കുന്ന ഭയം കൊണ്ട്. അതാ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ മൂത്രമൊഴിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ നല്ല മഹാനായ പണ്ഡിതൻ അതാ പള്ളിയിൽ കയറി നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വാലിഹീങ്ങളല്ലേ അവര് ഖുർആനിലേക്ക് അങ്ങ് കയറിയാൽ പരിസരം മറക്കുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിസ്കരിച്ച് 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 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി നോക്കുമ്പോ പള്ളി നിറയെ ജനങ്ങൾ വന്നുപോയി. ബാങ്ക് വിളിക്കാറായി പോയി. പരിസരം മുഴുവനും ജനങ്ങളാണ്. പള്ളിയിൽ നിന്ന് ഈ സമയത്ത് ഇറങ്ങിപ്പോകാൻ കഴിയില്ലല്ലോ. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. പുറത്തു പോകാൻ കഴിയില്ല. അയാളിങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, എനിക്കാണെങ്കിലും മൂത്രമൊഴിക്കാൻ വല്ലാത്ത ആവശ്യമുണ്ട്, ഉണ്ടെങ്കിലും മൂത്രമൊഴിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട്. ഞാൻ എന്താണ് ചെയ്യാ? നോക്കുമ്പോ ഞാൻ ഇരിക്കുന്നത് അതാ മിമ്പറിന്റെ തൊട്ടുചാരത്താണ്. ഇവിടെ എങ്ങാനും മൂത്രമൊഴിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ബേജാറിലാണ്. ആ സമയത്ത് പെട്ടെന്ന് ഖതീബ് വരുന്നു. മഅ്ശറ വിളിച്ചു ഖതീബ് വന്നു. ഖതീബ് വരുന്നതൊന്നും ഇയാളെ ശ്രദ്ധയിൽ വരുന്നില്ല. അയാൾ ബേജാറിലാണ്. റബ്ബേ, പള്ളിയുടെ മിഹ്റാബിലെങ്ങാനും ഞാൻ മൂത്രമൊഴിച്ചു പോകുമോ എന്ന ഭയം കൊണ്ട് അയാൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഖതീബ് വന്നു മിമ്പറിലേക്ക് കയറി. 1 2 3 സ്റ്റഫങ്ങ് കയറിയിട്ട് അദ്ദേഹം ഖതീബ് ഇങ്ങനെ തിരിച്ചു നോക്കിയതാ. പെട്ടെന്ന് ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നു. നേരെ ഈ മനുഷ്യന്റെ ചാരത്ത് വന്ന് തലയിലങ്ങ് കൈവച്ചു. ഇപ്പോൾ അദ്ദേഹം കാണുന്നത് വിജനമായൊരു സ്ഥലമുണ്ട്, മൂത്രമൊഴിക്കാൻ പറ്റിയൊരു സ്ഥലം. പെട്ടെന്ന് അവിടെ നിന്ന് മൂത്രമൊഴിക്കുന്നു. കഴുകണമല്ലോ. നോക്കുമ്പോൾ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ പോയിട്ട് കഴുകി വൃത്തിയാക്കുന്നു. നിസ്കാദാ പെട്ടെന്ന് ഒളു ചെയ്യുന്നു. ഒളു എടുത്ത ഉടനെ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തല്ലേ? അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കുന്നു. സലാം വീട്ടിയ ഉടനെ അതാ ഖതീബ് തലയിൽ നിന്ന് കൈയെടുക്കുന്നു. ഖതീബ് മിമ്പറിൽ കയറുന്നു. അതാ ഖുതുബ ആരംഭിക്കുന്നു. ഇയാള് ബേജാറിലാണ്. റബ്ബേ, ഇരിക്കതൊക്കെ ഒരു തോന്നലാണോ? മൂത്രമൊഴിക്കാനുള്ള ആഗ്രഹത്തിന്റെ കടുപ്പം തോന്നിപ്പോയതാണോ? അയാൾ നോക്കി
നോക്കുമ്പോ ശരീരത്തിൽ നനവുണ്ട്. തപ്പി നോക്കുകയാണ്, ഈ കാർപ്പറ്റ് എങ്ങാനും നനഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഭൂമി എങ്ങാനും നനഞ്ഞിട്ടുണ്ടോ, മിഹ്റാബിൽ ഞാൻ മൂത്രമൊഴിച്ചു പോയോ. നോക്കുമ്പോ അവിടെ എവിടെയും മൂത്രമില്ല, നനവില്ല, സമാധാനമായി. അദ്ദേഹം ഇങ്ങനെ മുന്നിലേക്ക് നോക്കുകയാണ്. ആരാണ് ഈ അത്ഭുതം കാണിച്ചിരിക്കുന്ന ഖത്തീബ്? നോക്കുന്ന സമയത്ത് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സുബ്ഹാനല്ലാഹ്. അദ്ദേഹം അതാ സലാം വീട്ടിയിട്ട് ജുമായും കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിൽ വീട്ടിലെത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് തന്റെ താക്കോൽ കൂട്ടം കാണുന്നില്ല. പരിധി നോക്കിയിട്ടും താക്കോൽ എവിടെയുമില്ല. അവസാനം എവിടെയും കിട്ടാനില്ലെന്ന് നിരാശനായപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇനി പുതിയ താക്കോൽ കൂട്ടം ഉണ്ടാക്കാം. ദിവസങ്ങൾ കഴിഞ്ഞു. അയാൾക്കൊരു യാത്ര പോകാറുണ്ട്. ഇതുവരെ പോകാത്ത വഴിയിലൂടെയാണ് പോകേണ്ടത്. അയാൾ ഇങ്ങനെ പുറപ്പെട്ടു പോയി. കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നി. അയാളെ മൂത്രമൊഴിക്കാൻ പോയിരുന്നപ്പോൾ ഒരു പരിചയമുള്ള സ്ഥലം പോലെ അനുഭവപ്പെടുന്നു. മൂത്രമൊഴിക്കൽ കഴിഞ്ഞതാ ശുചീകരണത്തിന് വേണ്ടി നോക്കുമ്പോൾ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ ചെന്ന് നോക്കുമ്പോൾ പരിചയമുള്ളതുപോലെ തോന്നുന്നു. അതാ ശുചീകരണവും കഴിഞ്ഞിട്ട് ഒളുവെടുത്തിട്ട് വന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കരിച്ച് കഴിഞ്ഞപ്പോ തനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നഷ്ടപ്പെട്ട താക്കോല് കൂട്ടവും തൻ്റെ ഒരു കർച്ചീഫും അവിടെ കിടക്കുന്നു. മഹാനവർകൾ പിന്നെ യാത്ര തുടർന്നില്ല. ശൈഖ് ജീലാനി തങ്ങളെ കാൽക്കലെത്തി മാപ്പ് ചോദിച്ചു. അവിടുത്തെ ഏറ്റവും അറിയപ്പെട്ട മുരീദായി മരണം വരെ ഖിദ്മത്ത് ചെയ്ത് ജീവിച്ചു കേട്ടോ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രത്യേകക്കാരായി റബ്ബ് തെരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ, ഇബാദത്തിൻ്റെ പ്രതിഫലമായി അല്ലാഹു ഒരു മുഅ്മിനായ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി അല്ലാഹു അവർ സംസാരിക്കുന്ന നാവാകും, അവർ പിടിക്കുന്ന കൈയാകും, അവർ നടക്കുന്ന കാലാകും. അതായത് അല്ലാഹു ലോകത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള അധികാരം ആ മനുഷ്യർക്ക് അല്ലാഹു നൽകും കേട്ടോ. ഭൂമി ഓരുണ്ടാഫോൽ എൻ കയ്യിലെന്നോവർ ഇരുന്ന ഇരിഫിനേൾ ആകാശം കണ്ടോവർ. അൽഹംദുലില്ലാഹ്. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു. CMM മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും. സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം. എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.